ഗൈസ് ഞങ്ങൾ ഗസ്റ്റ് റൂമിൽ എത്തി കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 4:30-5 മണിയൊക്കെ ആയി കാണും. ഏട്ടനാണെങ്കിൽ ഒന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ഇന്ന് ഞങ്ങൾക്ക് ഫുഡ് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവർ കൊണ്ടുവന്നായിരുന്നു. ഇത് ഉച്ചക്കത്തേക്കുള്ളത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാം. ഇതൊക്കെ ഇവരുടെ ക്വാർട്ടേഴ്സുകളാണ്. അങ്ങോട്ട് നടന്ന് പോവാം. അച്ഛനും മോളും കൂടി കഥയൊക്കെ പറഞ്ഞ് നടക്കുക. ഇതിൻ്റെ ബാക്കിലെ വ്യൂ കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ, മലയും സ്ഥലമൊക്കെ കാണാൻ വേണ്ടി. ഞങ്ങൾ പിന്നെ അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതായിട്ട് നിവി അവിടുത്തെ കുഞ്ഞാവയായിട്ട് കളിക്കുക. നിവിയെ ചേച്ചി ചേച്ചി എന്ന് വിളിക്കുന്നത് കേട്ടപ്പോഴത്തേക്ക് ആൾ ഭയങ്കര ചേച്ചിയായിപ്പോയി അങ്ങ്. എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ്. കുറച്ച് നേരം ഞങ്ങൾ കുഞ്ഞാവയൊക്കെ ആയിട്ട് നിന്ന് കളിച്ച ശേഷമാണ് നിവി തിരിച്ചിറങ്ങിയത്. തിരിച്ച് ഞങ്ങൾ ബൈക്കിലായിരുന്നു. ബൈക്കിൽ ഞങ്ങൾ ഗസ്റ്റ് റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ 1 മാസത്തേക്കാണ് ഇവിടെ വന്നേക്കുന്നത്. നേരെ കാണുന്ന ഒരു സൈഡ് ഫുള്ള് കാടാണ്. അവിടെ നിന്ന് ഈ ആനയും പോത്തും നമ്മുടെ ബാഹുബലിയിലൊക്കെ പോത്തില്ലേ, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അച്ഛനും മോളും കഥയൊക്കെ പറഞ്ഞാൽ വണ്ടി ഓടിച്ച് പോകുന്നത്. അച്ഛൻ ഇവിടെ വെച്ച് ആന ഓടിച്ച കഥയൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങ് കാണുന്നതാണ് ഞങ്ങളുടെ ഗസ്റ്റ് റൂം. അവിടെ വലിയ ക്വാർട്ടേഴ്സൊന്നും ഇല്ല, അങ്ങ് മാറിയാണ് ഇവരുടെ യൂണിറ്റിലോട്ട് പോകുന്നിടത്താണ് ഞങ്ങളുടെ ഗസ്റ്റ് റൂം ഉള്ളത്. ഈ കാണുന്ന കോംപ്ലക്സ് ആണ്. കോംപ്ലക്സിൻ്റെ പുറകിലാണ് നമ്മുടെ ഗസ്റ്റ് റൂം ഉള്ളത്. ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയൊക്കെ കേട്ടോ, കാണാൻ നല്ല രസമാണ്. ഇതാണ് നമ്മുടെ ഗസ്റ്റ് റൂം. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അച്ഛയും മോളും കൂടെ ഗ്രില്ലൊക്കെ തുറന്ന് അകത്തേക്ക് കയറുകയാണ്. ഇവിടെ ഞങ്ങൾ ഒറ്റയ്ക്കാണേ, അടുത്ത റൂമിൽ ആളൊന്നും ഇല്ല. ഗസ്റ്റ് റൂം ഞാൻ അടുത്ത ദിവസം കാണിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.